ഹലോ ഗായ്സ്, ഐ എം ഹെൽതി ഹേ ഗെയിമർ. ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്യുന്നു ഗായ്സ്, സംഭവം കാണാനില്ല, പെട്ടെന്നുണ്ട് അത് പോയി. അപ്പോൾ ഞാൻ കളി എടുക്കാനും വേണ്ടി റെക്കോർഡിങ് വീഡിയോ എടുത്തപ്പോഴാണ് 2 ഗോൾ മുങ്ങിയ കാര്യം ഞാൻ അറിഞ്ഞത്. അല്ല ഇന്നെന്തൊക്കെ വന്നതെന്ന് എല്ലാവരും അറിഞ്ഞതെന്ന് വിചാരിക്കുന്നത്. ഉച്ചയ്ക്ക് ഒരു മെയിൻ്റനൻസ് ഉണ്ടായിരുന്നു, സെർവർ മെയിൻ്റനൻസ്. പിന്നെ ഇന്നെന്തൊക്കെ വന്നു വെച്ചാൽ പ്ലാറ്റീന് വന്നു, ഡൊനാഡോണി വന്നു, പിന്നെ അഞ്ചനും ആൽബർട്ടീനി വന്നിട്ടുണ്ട്. നമ്മളൊക്കെ കോയിനൊക്കെ ഉണ്ട് കേട്ടോ, കറക്കാൻ കോയിനൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കറക്കണില്ല, നമ്മൾ ബെക്കംബോറിനെ വാങ്ങണമെന്ന് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ സേവ് ചെയ്യുക തന്നെയാണ് സാധനങ്ങൾ. അതിൻ്റെ ശരി നമ്മളൊന്ന് പറഞ്ഞാൽ അത് എടുക്കും ഗൈസ്, വാക്കാണ്. റൈക്കാർഡ്, റാഫേലിയാവോ അവിടെ കൊടുക്കല്ലേ. വാൾഡർ ഗൈസ്, അവൻ്റെ കീപ്പർ ഡീഡാ സജിന് അങ്ങനെ കൊടുക്കല്ലോ, കുഴപ്പമില്ല, പോയിക്കണെന്നാലോ. റൈക്കാർഡ്, അതെ നക്കാട്ട ബാറ്റ് ഷൂട്ട് ഒന്ന് കിട്ടണ ഈ അടി ബുള്ളിച്ചോട്ടെ. ബാറ്റ് ഷൂട്ട് ഒന്ന് പോസ്റ്റ് അടിയടാ. ബസ് നക്കാട്ടൻ്റെ വക ഒരു ഇതുണ്ടാവും, നല്ലൊരു തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കണേ. ഓ തോമോ റാഫേലിയാവോ ഊതിക്ക, പോസ്റ്റ് പോട്ടെ. സനേട്ടി ഒരു ബുള്ളറ്റ്, ഒന്ന് പോസ്റ്റിക്ക് പോട്ടറാ. കളിച്ചിട്ട് കാര്യം നമുക്ക് കയറാം. ഞാൻ ആർക്കെല്ലാം മറ്റേത് കിട്ടിയാ എന്താ കളി കഴിയാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെലൈക്കനോട് ഒന്ന് നോക്കിയേക്കാം. റോഡ് 100 സബ്സ്ക്രൈബേഴ്സാണ്. 100 സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഗട്ടൂസോ ഉണ്ട്, കുള്ളിട്ടുണ്ട്, സെർജീഞ്ഞോ, റാഫേൽ ലിയാവോ, നെയ്മറൊന്നുമല്ല, വിളിച്ചടിച്ച നമുക്ക് ആണെങ്കിൽ നെയ്മറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഗൈസ്. ഇറ്റ്സ് എ ഗോൾ. അവിടെ സൈഡ് പാസ് കൊടുക്കുന്ന ആർക്കും അറിയില്ല. സെർജീനെ പൊട്ടത്തിന് കാണിച്ച് ഒന്ന് പെനാൽറ്റി കേട്ടോ അവർ കിട്ടിയത്. പൗലോ മാഡീനി, പൗലോ ഡിഡ, അതടിച്ച് വിട്ടങ്ങോട്ട്. സനേട്ടി ഇപ്പം ലോങ് ബോൾ കൗണ്ടറാ, എനിക്ക് ഡൗട്ടുണ്ട്. LBC ആണെന്ന് തോന്നുന്നു. അങ്ങനെ ലോങ് അത് ചെയ്തിട്ടാണ് കളിക്കണേ. നക്കാട്ട, ഡൊനാഡോണി, പാരീസ് ഷൂട്ട്, ഒന്ന് ബുള്ളറ്റ് പോട്ടെ. ഫൈനലി ഒന്ന് അടിച്ചിട്ടുണ്ട് നമ്മൾ. ഒന്നും അവൻ്റെ പോസ്റ്റിക്ക് പോയിട്ടുണ്ട്. ഇപ്പം ഒരു സമാധാനം. ഞാൻ ലീവ് അടിച്ച് വരെ ആലോചിച്ചിരിക്കുന്നു, അപ്പോഴാണ് ഒരു ഗോള് നമുക്ക് കിട്ടിയത്. സ്റ്റെഫാനോ ഫിയറ, പാരീസ് ഷൂട്ട, റാഫേലിയാവോ, പാരീസ് ഷൂട്ട, നക്കാട്ട, നക്കാട്ട ഗോൾ അടിച്ചു. ഓഫ് സൈഡ്, ഓൺ സൈഡാണ് ബ്രദർ. ശരിക്കും ഓഫ് സൈഡ് ആരെങ്കിലുമൊക്കെ വിളിക്കും അതിനെ, അത് ഓഫ് സൈഡാണെന്ന് പറഞ്ഞാണ്ട്. ചെക്കൻ ഈ അടിച്ച് പോയാൽ സമാധാനമായിനോ. നമ്മൾ ലാസ്റ്റ് കഴിച്ച് ചെറുപ്പം കളി കളിക്കണുണ്ടാണ്ട് ചെക്കൻ പേടിച്ചാ. എന്താ മോനെ പേടിച്ച് പോയോ നമ്മളോട് റാമ്പറപ്പാടാ. അങ്ങനെ ഇങ്ങനെ പേടിക്കില്ല തന്നെയാണ് അവർ പറയണത്. നമുക്ക് ഓരോ കോച്ചായാലും നോക്കട്ടോ ഗൈസ്. ചെക്കൻ്റെ കോച്ച് ലംബാർഡാ, ഫ്രാങ്ക് ലംബാർഡ്. ചെക്കൻ റെഡിയാക്കിയിട്ടുണ്ട്, നമുക്കൊന്ന് പോയി റെഡിയാക്കി കൊടുക്കാം. സബ് ഇറക്കാൻ പോയതാ തോന്നുന്നുണ്ട്. ലീവ് അടിച്ച് അവൻ ലീവ് എടുക്കില്ല, ഉറപ്പാണ് ലീവ് എടുക്കില്ല. എന്താ വെച്ചാൽ 2-1 ലീഡിലും കൂടി ആകുമ്പോൾ ലീവ് അടിച്ചാൽ ശരിയാവില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ സനേട്ടി ക്വിക്ക് കൗണ്ടറായിട്ട് പോകാൻ എന്താ ഇതിൽ കളിക്കണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഓങ്ങൾക്ക് പറ്റിയ ലോങ് ബോൾ കൗണ്ടറാണ്. ലോങ് ബോൾ കൗണ്ടർ കഴിയുന്ന വിധം ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാവണുണ്ടാ. അത് ഈ വീഡിയോ ഈ ഓപ്പോണൻറ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ കാര്യത്തിൽ പറയാം, നേരെ പോയിക്കോ കോച്ചിനെ വാങ്ങിക്കോ, ബെക്കംബോറിനെ വാങ്ങിക്കോ, അതിലുള്ള കോച്ചിനെ വെച്ച് ലോങ് ബോൾ കൗണ്ടർ കളിച്ചോട്ടാ. ഞാൻ കാര്യം പറയണം നമുക്ക് കോർണർ റെഡിയുണ്ട്. ഒന്ന് ലീഡല്ല, സമനില പിടിച്ചാൽ വേണമെങ്കിൽ പെനാൽറ്റി ഷൂട്ടൗട്ട് വരെ കളി കൊണ്ടുപോകാം. സമനില പിടിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. പാരീസ് ഷൂട്ടാ, കോസ്റ്റ കൂട്ടാ, പാരീസ് ഷൂട്ടാ, കോസ്റ്റ കൂട്ടാ ഓഫ് സൈഡ്. നമുക്കെതിരെ ഒരു അവസരം ഉണ്ട്, എനിക്കെതിരെ മാത്രം പോരല്ലോ എന്നാണ് റെഫറി പറഞ്ഞത് ഗൈസ്. അത് എനിക്ക് ഐ പ്രിഫർ ദാറ്റ്. അബിയാടി, ക്രിസ്ത്യാനോ അബിയാടി പാരീസ് ഷൂട്ടിലോട്ട് ഗട്ടൂസോ എടുത്തിട്ടുണ്ട്. സെർജീഞ്ഞോ,
ഗൈസ് ഫസ്റ്റ് ടൈം റാഫേൽ ലിയാവോ നല്ലൊരിതാണ്. ഓ കോസ്റ്റ കൂട്ടാ നല്ലൊരു ഗോൾ അടിക്കാൻ വിചാരിക്കുമ്പോഴാണ് അവൻ്റെ കോസ്റ്റ കൂട്ടൻ്റെ നെഞ്ഞും വിരിഞ്ഞ് അവിടെ ഇരിക്കണേ. ആകുമ്പോൾ തന്നെ ദേഷ്യം പിടിച്ച് നമുക്ക് തന്നെ അക്കാടെ കൊണ്ട് കോർണർ എടുപ്പിക്കാം. ഗൈസ് നമുക്ക് റൈറ്റ് കാർഡിന് കൊടുക്കണം എന്നാണ് നോക്കണേ. അല്ലെങ്കിൽ പാരീസ് വിട്ടാൽ ആർക്കാരും മതി. റൈറ്റ് കാർഡ് ഗൈസ് റൈറ്റ് കാർഡ് ഞാൻ കുത്തുമെന്ന് വിചാരിച്ച്. ഇതെന്ത് ഫൗളാ ആരെങ്കിലും അതിനൊക്കെ ഫൗൾ എടുക്കുമോ? കഷ്ടിച്ച് ഗോൾ അടിക്കുമ്പോഴൊക്കെ ഓഫ് സൈഡ് മറ്റേ ഫൗള് അങ്ങോട്ട് ലക്കമത്തെ ഫൗളും. ഗൈസ് ചെക്കന്മാർ കളിച്ച് കേട്ടോ. കളി തുടങ്ങുകയാണ്. 89 മിനിറ്റ്. 90 മിനിറ്റ് ആവാൻ കാത്തിക്ക. ടൈം വേസ്റ്റ് ചെയ്യണം നോക്കുക. അത് വരാത്ത ഏടോൺ ടൈമിൻ്റെ വരാൻ കാത്തിക്കഞ്ഞി സമാധാനമായി. പെട്ടെന്ന് കളിച്ചല്ലോ. 4 മിനിറ്റ് ആകെ തന്നത്. ഇത് ചെയ്യാ ഈ 4 മിനിറ്റിൽ ഞാൻ എന്തുണ്ടാക്കാനാ? ഡിബാല ഗൈസ് 3-1 പൊട്ടി. അല്ല മറ്റേ ലാഗ് ഇപ്പോഴും ഉണ്ടോ ഞാൻ നോക്കണ്ട. പണ്ടല്ല കുറച്ചൊക്കെ എടുത്ത് ഇങ്ങനെ ഗോളായാൽ അവർക്ക് കോർണർ ചെയ്യണം. കുറച്ചൊക്കെ മുമ്പ് അന്ന് കളിച്ചവർക്കുണ്ടെങ്കിൽ മനസ്സിലാവും ഗൈസ്. അന്ന് അങ്ങനെ ചെയ്യണം. ഇനിയിപ്പോൾ ഇന്ന് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഭാഗ്യത്തിന് 3-1 പൊട്ടിയിട്ടുള്ളൂ എന്ന് പറയാം ഗൈസ്. വൻ തോൽവിയിൽ നമ്മൾ ഇന്ന് കളി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് വന്ന് ബാക്കൊക്കെ ഞാൻ കാണിച്ചു തരാം. നമുക്കിപ്പോൾ തന്നെ ബാക്ക് കാണിക്കാം ഗൈസ്. ഇതാണ് ഇന്ന് വന്ന് ബാക്ക് കേട്ടോ. ഏതാ മെനാഡോണി ഫിനോമിനൽ ഫിനിഷിങ്ങും മൊമെൻ്റം ഡ്രിബിളിങ്ങും കിട്ടിയവരുണ്ട്. പുളിക്കും ഗൈസ് പ്ലാറ്റിനി കേട്ടോ. പ്ലാറ്റിനി പറയുമ്പോൾ ഫിനോമിനൽ ഫിനിഷിങ്ങും ഉണ്ട് ഡ്രിബിളിങ്ങും ഉണ്ട്. അപ്പോൾ ഒരു നല്ല ഡ്രിബിളിങ് ചെയ്ത് പോകും ഫും ഗോളും. ഇതാണ് സാധനം. പിന്നെ ഡൊനാഡോണി നോക്കുകയാണെങ്കിൽ മൊമെൻ്റം ഡ്രിബിളിങ്ങും മിഷനറി പാസുമാണ്. പിന്നെ ആൽബർട്ടീനെ നോക്കുകയാണെങ്കിൽ ഫിനോമിനൽ പാസുമാണ്. എന്താ പറയുക നമ്മളെ പ്ലാറ്റിനി അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ക്രിയേറ്റീവ് പ്ലേ മേക്കർ എന്നുള്ള ഇതിലും കൂടിയാണ് വന്നിരിക്കുന്നത്. ഡൊനാഡോണി നോക്കുകയാണെങ്കിൽ സെൻട്രൽ മിഡ്ഫീൽഡർ ബോക്സ് ടു ബോക്സുമാണ്. പിന്നെ DMF ആയിട്ട് ആൽബർട്ടീനി ഒരു ഓർക്കസ്ട്രേറ്റഡ് കാർഡ് തന്നെയാണ്. അപ്പോൾ കിട്ടിയവരുടെ പോളി സാധനമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര നമ്മൾ പോവാണ്. ടാറ്റാ.